ഇസ്മിന്റെ ഉസ്താദ് അല്ല സുബൈക്ക് എണിച്ചിട്ട് നിസ്കരിച്ചപാട് കൊണ്ടുപോയിട്ട് ജാവ് കത്തിക്കണോ, സുബൈക്ക് എണിച്ചപാട് കൊണ്ടുപോയിട്ട് വെള്ളത്തിലേക്ക് ഇളക്കണമെന്നില്ല. പിറ്റേ ഉസ്താദിന്റെ അടുത്ത് വന്നപ്പോ ചോദിച്ചാൽ എങ്ങനെ അളക്കീനാന്നിട്ട് അളക്കീൻ ഉസ്താദ് എത്ര മണിക്ക് അളക്കിയെന്ന് വെച്ചാൽ 10 മണിക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് സുബൈക്ക് എണിച്ചപാട് കൊണ്ടുപോയിട്ട് വെള്ളത്തിലേക്ക് ഇളക്കണം. അപ്പോൾ എണിച്ചപ്പോൾ 9:45 എണിച്ചിട്ട് അപ്പളെ കൊണ്ട് തണ്ണിക്കന്നെ എറിഞ്ഞ ഉസ്താദ് 9:45 പിന്നെ അങ്ങനത്തെ ഒക്കെ അവസ്ഥയായി പോയി. അങ്ങനെ ആവരുത്. എന്ത് വേണം? നിസ്കാരം കൂടെ ഉണ്ടാകണം. പിന്നെ കൂടുതൽ പേടിക്കാനും പാടില്ല. എല്ലാത്തിനും പേടിക്കലല്ല. പിന്നിടക്കൽ ഒരു പേർക്ക് കേട്ടിനാന്നറിയില്ല. ഇപ്പൊ വരുമ്പോൾ ഉസ്താദ് എപ്പോഴും ലൈവ് കാണുന്നത്. അപ്പോ ഈ പാട്ടുകാർക്ക് പാടിയാൻ തന്നെ പാടാം, പ്രശ്നമില്ല. അത് ചന്തത്തിൽ പാടിയായി പാട്ടുകാർക്ക് പ്രശ്നമില്ല. ഈ വയലിന്റെ ആൾക്ക് ചെല്ലി തന്നെ ചെല്ലാനാന്നില്ല, ലൈവെല്ലാം ഉള്ളതിനോണ്ട്. പിന്നെ എന്തെങ്കിലും ചെല്ലാനും വന്നില്ല, പെട്ടെന്ന് കട്ടാക്കിയിട്ട് അപ്പുറത്തേലിരുന്നത് അത് ഇത് വൈരുദ്ധ്യം ഉണ്ടോ. ഏടെങ്കിലും പെണ്ണുങ്ങൾ എന്തെങ്കിലും ചെല്ലെങ്കിൽ അപ്പൊ അതിന്റെ പീസ് അകിരിട്ടിട്ടായി പെണ്ണുങ്ങളെല്ലാ കണിയും കയ്യോടെ പിടിച്ച ഉസ്താദ്. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ചാനലും ഇല്ല. ഇത് ഓരോരുത്തർ ഇടുമ്പോ അതിന്റെ കമന്റ് എല്ലാം ഓതി വയലിനെ പോയല്ല, എനിക്കും എന്റെ പേർക്കാർക്കും പെട്ടു അല്ലേ. അത് ഓരോരുത്തർക്ക് സുഖമാണ് അല്ലേ. ഓരോരുത്തന്റെ എല്ലാവരും സുഖം ഒരുപോലെ അല്ല. ഒരുത്തനോട് കേട്ട് നിങ്ങൾക്ക് ഏറ്റവും സുഖം എന്ത്? ഓൻ പറഞ്ഞ് കുളിച്ചിട്ട് വന്ന ആ ചെവിക്ക് ഇത് ബഡ്സിട്ട് തിരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്, അതിന്റെ അത്ര സുഖം ഏതുമില്ല. ഓരോരുത്തന്റെ സുഖം അങ്ങനെയാണ്, എല്ലാവർക്കും ഒരേ സുഖമല്ല. നമ്മക്കല്ല, സർവ്വസാമാന്യ മനുഷ്യന്മാർക്കല്ല സുഖം വേറൊരാളെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് ചിരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം, നമ്മളപ്പുറത്തെ പരക്കാരന്റെ നാട്ടുകാർ പറയുമ്പോ കിട്ടുന്ന ഒരു സുഖം, അതെല്ലാം നല്ല സുഖമല്ല. ചെവിക്കിട്ട് തിരിക്കുമ്പോ കിട്ടുന്ന സുഖം നല്ല സുഖമല്ല. അത് എത്ര വേണം അങ്ങ് തിരിച്ചോളി. ചെവിന്റെ പൂ പോയെങ്കിൽ മാത്രം പിന്നെ ഫുള്ള് സുഖം. ആര് പറഞ്ഞങ്ങും കേൾക്കാല അല്ലെ. ഇട്ടിട്ട് തിരിക്കുമ്പോ ഒരു മീഡിയം ഇട്ട് തിരിച്ചങ്ങ് മതി. ചില ആൾക്ക് എന്നിട്ട് എന്നിട്ടില്ല, കിട്ടിയാലും ഇട്ടിട്ട് പെണ്ണെല്ലാം ഇട്ടിട്ട് ഷാളിൽ ചുറ്റിട്ടിട്ട് ചൊറിയെല്ലാം വന്നെങ്കിൽ ചൊറിന്റെ മരുന്ന് വാങ്ങാം. ഇതിനിടയ്ക്ക് ഒരാൾ കേട്ട് കണ്ണ് പടപട പിടക്കുന്ന എന്തേന്ന്. ഞാൻ പറയുന്നത് അലർജി വിറ്റുണ്ടാവും. അങ്ങനല്ല, കരയാനുണ്ടോന്ന് എല്ലാവരും ചേർന്നു. അപ്പൊ ഇതിൽ ഇപ്പോഴേ കരഞ്ഞ കാര്യം, നാളെ നിന്റെ പടക്കല കരയാനുണ്ടെങ്കിൽ കരഞ്ഞ് തീർത്താൽ മതി എന്നുള്ളതാണ്. നമ്മൾ പഴയ വിശ്വാസത്തിൽ കുറെ ശരിയായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. അള്ളാഹു നന്മകൾ പഠിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവന്റെ ദുഃഖം സന്തോഷമായ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നു.